ആലപ്പുഴ CPM-ൽ പ്രതിസന്ധി മാറുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും കായംകുളം CPM-ൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു. ഒരു ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടി വിട്ടു. വിഭാഗീയതയിൽ മനംനൊന്താണ് ഇവർ രാജിവെച്ചതെന്നാണ് രാജിക്കത്തിൽ പറയുന്നത്. ഇവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് രാജിവെച്ചിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം B ജയചന്ദ്രനുമാണ് രാജിവെച്ചത്. 25 വർഷമായി ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രസന്നകുമാരി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ അടക്കമുള്ളവർ വിഭാഗീയത വളർത്തുന്നുവെന്നും പാർട്ടിയിലെ വിഭാഗീയതയിൽ മനംനൊന്താണ് രാജിയെന്നും ഇരുവരും രാജിക്കത്തിൽ പറയുന്നുണ്ട്. ഇത് CPM-ന് വലിയ തലവേദനയായി തീരുകയും ചെയ്യും. ദളിത് പിന്നോക്ക വിഭാഗത്തിലുള്ള നൂറുകണക്കിന് പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഉടൻ പാർട്ടി വിടുമെന്ന് കത്തിൽ മുന്നറിയിപ്പുണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ C ബാബുവിന്റെ അമ്മയാണ് KL പ്രസന്നകുമാരി. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ കായംകുളത്ത് കടുത്ത വിഭാഗീയത ഉണ്ടായിരുന്നു. പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല. കായംകുളം CPM-ൽ സമൂഹമാധ്യമ പോര് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിരുന്നു. കായംകുളം CPM-ൽ നേതാക്കളുടെ രഹസ്യ പിന്തുണയോടെയാണ് ഇരുവിഭാഗം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. കായംകുളം ഏരിയ നേതൃത്വത്തിനെതിരെയുള്ള കടുത്ത ആരോപണങ്ങളാണ് ഉയർത്തിയത്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ രാജിയും. പുകയുന്ന അഗ്നിപർവ്വതമായി കായംകുളത്തെ CPM എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്കിൽ ഒരു വിഭാഗം CPM പ്രവർത്തകർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഏരിയ നേതൃത്വത്തോട് എതിർപ്പുള്ള 1000-ഓളം പേർ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിവാദ കരിമണൽ കമ്പനിയുമായി കായംകുളത്തെ പ്രമുഖ നേതാവിന് ബന്ധം. ഈ കമ്പനിയുമായി ബന്ധമുള്ള ഒരാൾ ക്രിമിനൽ കേസ് പ്രതിയായപ്പോൾ പാർട്ടി ഓഫീസിലും സ്വന്തം വീട്ടിലും ഒരു നേതാവ് ഒളിത്താവളമൊരുക്കിയെന്നും ആക്ഷേപമുയർന്നു. ബസ്സിലെ കിളിയായും ഇൻസ്റ്റാൾമെന്റ് വിൽപ്പനക്കാരനായും മുൻപ് ജോലി ചെയ്തിരുന്ന ഏരിയ നേതാവിന് ഇപ്പോൾ 20 കോടിയുടെ ആസ്തിയെന്നും കുറിപ്പിൽ ആരോപിച്ചിരുന്നു. പാർട്ടിക്ക് വേണ്ടി കേസിൽപ്പെട്ട സഖാക്കളുടെ ജീവിതം വഴിമുട്ടി. ബെനാമിയെ മുൻനിർത്തി സ്വകാര്യ സ്കൂളുകളുടെ നടത്തിപ്പിൽ നേതാവ് ഇടപെടുന്നതായും FB കുറിപ്പിൽ പറയുന്നുണ്ട്. സഹകരണ ബാങ്കുകളിലെ അഴിമതി, കള്ളുഷാപ്പുകൾ, കോൺട്രാക്ട് നൽകുന്നതിന്റെ പിന്നിലെ ഇടപാടുകൾ തുടങ്ങിയവയെക്കുറിച്ചും ആരോപണങ്ങളുണ്ട്. ഇതെല്ലാം ആളിക്കത്തിക്കുന്നതാണ് പ്രസന്നകുമാരിയുടേത് അടക്കമുള്ള രാജി. അതേസമയം കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ 4 പേർ രാജിവെച്ചിരുന്നു. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ പ്രതിയാക്കപ്പെട്ടയാളെ CPM-ൽ തിരികെ എടുത്തതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ കഞ്ഞിക്കുഴിയിലാണ് CPM-ൽ കൂട്ടരാജി. 3 വനിതകൾ ഉൾപ്പെടെ 5 പേർ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചു. മഹിളാ അസോസിയേഷൻ, DYFI മേഖലാ തലത്തിൽ പ്രവർത്തിക്കുന്ന വനിതകൾ ഉൾപ്പെടെയാണ് പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചത്. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലെ പ്രതിയും മുൻ കണ്ണർക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സാബുവിനെ 3 മാസം മുമ്പാണ് CPM-ൽ തിരികെ എടുത്തത്. ഇതിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് 4 വനിതകൾ രാജിവെച്ചത്.